പോകാം വിശദമായ വാർത്തകളിലേക്ക്. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ അന്വേഷണം ഊർജിതപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് കത്ത് നൽകി പാറക്കൽ അബ്ദുള്ള എംഎൽഎ. ഡിവൈഎഫ്ഐ നേതാവ് റിബേഷ് രാമകൃഷ്ണന്റെ ഉൾപ്പെടെയുള്ളവരുടെ ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നു. കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും പാറക്കൽ അബ്ദുള്ള. സിജോ വി ജോണാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. സിജോ, എന്തൊക്കെയാണ് എംഎൽഎയുടെ കത്തിലെ ആവശ്യം? ഈ കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് വടകര പോലീസ് 2 എഫ്ഐആറുകളാണ് രജിസ്റ്റർ ചെയ്തിരുന്നത്. ഇത് ആദ്യം ഒരു MSFന്റെ പ്രവർത്തകനെയാണ് ഒരു എഫ്ഐആറിൽ പ്രതി ചേർത്തിരുന്നത്. പക്ഷെ പിന്നീടാണ് ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകളിൽ കാഫിർ സ്ക്രീൻഷോട്ട് ആദ്യം വരുന്നത് ഒരു ഡിവൈഎഫ്ഐ നേതാവായിട്ടുള്ള റിബേഷ് രാമകൃഷ്ണന്റെ ഫോണിൽ നിന്നാണ് എന്ന് മനസ്സിലാവുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഫോണൊക്കെ പിടിച്ചെടുത്തു, പരിശോധന നടത്തിയെങ്കിലും തെളിവുകൾ കിട്ടിയില്ല എന്നുള്ളതാണ് ഒരു നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിയിരുന്നത്. ഈ കേസ് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് വടകര പോലീസ് തീരുമാനത്തിലേക്ക് വരികയും ചെയ്യുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളൊന്നും കോടതിയിൽ കൊടുക്കുകയും ചെയ്തിരുന്നില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പാറക്കൽ അബ്ദുള്ള MLA ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയെ കണ്ടത്. അദ്ദേഹം ഒരു കത്ത് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ അന്വേഷണം ഏകദേശം അവസാനിപ്പിച്ച നിലയിലാണ്. ഇതിന്റെ വസ്തുത പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് പ്രഗത്ഭരായിട്ട് ഉദ്യോഗസ്ഥരെ കൊണ്ട് അന്വേഷണം നടത്തണം, ഉചിതമായ അന്വേഷണം വേണം. ഈ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത് ആരാണ്, ഇത് പ്രചരിപ്പിച്ചത് ആരാണ്, ഇതിന് പിന്നിൽ ആരാണ് എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്തണം എന്നുള്ളതാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സ്വാഭാവികമായ ഒരു തുടർ നടപടി നമ്മൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ എന്താവും എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ഒരുപക്ഷെ ഈ കേസ് വീണ്ടും ഒരു വേറെ സ്പെഷ്യൽ ടീമിനെ കൊടുക്കുകയോ അത്തരം നടപടികളിലേക്ക് പോകുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും വൈകാതെ അത്തരത്തിലുള്ള നടപടി ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, റൈറ്റ് സിജോ.